ബജറ്റിലെ വിദേശ സർവകലാശാല പ്രഖ്യാപനത്തിൽ ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ആർ ബിന്ദുവിന് അതൃപ്തി. നയമാറ്റത്തിൽ കൂടിയാലോചന വേണമെന്നായിരുന്നു മന്ത്രിയുടെയും വകുപ്പിന്റെയും നിലപാട്. വിദ്യാഭ്യാസ മേഖലയിൽ സ്വകാര്യ മൂലധന നിക്ഷേപം സ്വീകരിക്കുമെന്ന ഉറച്ച നിലപാടാണ് ഉള്ളതെന്നായിരുന്നു CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദന്റെ പ്രതികരണം. SFI പ്രതിനിധികളുമായി ചർച്ച നടത്താനാണ് CPMന്റെ തീരുമാനം. ധനബജറ്റിലെ 2 പ്രഖ്യാപനങ്ങളിലെ അമ്പരപ്പിലാണ് ഉന്നത വിദ്യാഭ്യാസ വകുപ്പ്. വിദേശ സർവകലാശാലകളെ കേരളത്തിലേക്ക് എത്തിക്കുമെന്ന പ്രഖ്യാപനം, മറ്റൊന്ന് പല രാജ്യങ്ങളിലായി അന്താരാഷ്ട്ര കോൺക്ലേവുകൾ സംഘടിപ്പിക്കുമെന്ന തീരുമാനം. സർക്കാരിന്റെയും CPMന്റെയും പ്രഖ്യാപിത നിലപാടിന് വിരുദ്ധമായി യാതൊരു കൂടിയാലോചനയുമില്ലാതെ എങ്ങനെ ബജറ്റിൽ ഇത് ഇടം പിടിച്ചുവെന്നാണ് വകുപ്പിന്റെ ചോദ്യം. ഇക്കാര്യത്തിൽ ഉന്നത വിദ്യാഭ്യാസ കൗൺസിലിനാണ് ചുമതലയെന്ന് പറയുന്നുണ്ടെങ്കിലും ചെയർപേഴ്സണായ മന്ത്രി ആർ ബിന്ദു മാത്രം ഇതറിഞ്ഞില്ല. വിഷയത്തിൽ പരോക്ഷമായി അതൃപ്തി പ്രകടമാക്കി തന്നെയായിരുന്നു മന്ത്രിയുടെ ഇക്കാര്യത്തിലുള്ള പ്രതികരണം. അറിഞ്ഞില്ല എന്നുള്ള കാര്യത്തിൽ നിങ്ങൾ എന്തിനാണ് വേവലാതിപ്പെടുന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ഇത്രയധികം വേവലാതി, വളരെയധികം ദുഃഖത്തോടു കൂടി ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് ഇതറിഞ്ഞോ എന്നൊന്നും ചോദിക്കേണ്ട കാര്യമില്ല. ബജറ്റ് തീരുമാനം അന്തിമമല്ലെന്ന് പ്രഖ്യാപിച്ച് വിദേശ സർവകലാശാലകളുടെ വരവ് എളുപ്പമാകില്ലെന്നും മന്ത്രി വാക്കുകളിലൂടെ സൂചന നൽകുന്നു. അത് സംബന്ധിച്ച് ഫൈനലായി തീരുമാനത്തിലെത്തിയെന്നല്ല ബഹുമാനപ്പെട്ട ധനകാര്യ വകുപ്പ് മന്ത്രി പറഞ്ഞിട്ടുള്ളത്. അതിൻ്റെ സാധ്യതകൾ ആരായും എന്നുള്ളതാണ്. വിദേശ സർവകലാശാല വിഷയം ചർച്ചയായതോടെ കൂടുതൽ പ്രതികരണത്തിന് ധനമന്ത്രിയും മുതിർന്നിട്ടില്ല. അതേസമയം വിദേശ സർവകലാശാലയ്ക്കും സ്വകാര്യ സർവകലാശാലയ്ക്കും പാർട്ടിക്കും ഒരേ നിലപാടാണെന്നായിരുന്നു CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ പ്രതികരിച്ചത്. SFI ഉൾപ്പെടെയുള്ളവരുമായി ചർച്ച നടത്തുമെന്നും MV ഗോവിന്ദൻ. കേരളത്തിൽ സ്വകാര്യ നിക്ഷേപമുണ്ട്. സ്വകാര്യ വിദ്യാഭ്യാസ മേഖലയിൽ ഇപ്പോഴും തന്നെ നിരവധി കോളേജുകൾ, അതുപോലെ തന്നെ സ്വാശ്രയ കോളേജുകൾ, എയ്ഡഡ് സ്കൂളുകൾ ഉൾപ്പെടെയുള്ളവരെല്ലാം നല്ലതുപോലെ സ്വകാര്യ മൂലധനം നിക്ഷേപിച്ചിട്ടുണ്ട്. അതിനെ വീണ്ടും കുറേയും കൂടി ശക്തിപ്പെടുത്തുക എന്നുള്ള നിലപാടാണ് ഉദ്ദേശിക്കുന്നത്. അതേസമയം ഇടത് വിദ്യാർത്ഥി സംഘടനകൾ ഇക്കാര്യത്തിൽ CPM സംസ്ഥാന സെക്രട്ടറിയുടെ വാക്കുകൾക്ക് പിന്നാലെ ഒരു ഔദ്യോഗിക വിശദീകരണത്തിന് ഇതുവരെ മുതിർന്നിട്ടുമില്ല. അമൃത ന്യൂസ്, തിരുവനന്തപുരം.